എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേദ കളക്ടർ ആയതിനു ശേഷം വളരെ നല്ല രീതിയിൽ തന്റെ ഇടത്തോട് കൂടി തന്നെയാണ് വേദ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഫലമായി ഇതാ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആകുകയാണ്. ദേവരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ മയക്കുമരുന്ന് കച്ചവടമാണ്. അയാളുടെ ഗോഡൌണിൽ കയറി അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇത് നിർദ്ദേശം നൽകി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ അയാൾ വേദയ്ക്കിട്ട് പണി കൊടുക്കുമായിരുന്നു. എന്നാൽ തരുൺ വേദയ്ക്കൊരു താക്കീത് നൽകുന്നുണ്ട്, സൂക്ഷിച്ചു വേണം കൈകാര്യങ്ങൾ ചെയ്യാനെന്ന്. അതേസമയം തന്നെ വേദ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുമില്ല. അവൾ കേസ് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ വേദയെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയാണ് ചെയ്യുന്നത്. നാട്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയി വരുന്നത്. അരുണും അമ്മയും മകളുമായിട്ടാണ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. ഇങ്ങനെ എല്ലാവരുമായിട്ട് നാട്ടിലേക്ക് വേദ എത്തുന്നുണ്ട്. അതേസമയം നാട്ടിലെത്തുന്ന വേദയ്ക്ക് നല്ല രീതിയിൽ ഭയമുണ്ട്. പ്രധാനമായിട്ടും വേദയ്ക്ക് ശ്രീകാന്തിനെയാണ് ഭയം. ശ്രീകാന്ത് എങ്ങനെയായിരിക്കും വേദയോട് പ്രതികരിക്കുന്നതെന്ന് വേദയ്ക്ക് അറിയത്തില്ല. അതിന്റെ ആ ഭയമാണ് വേദയ്ക്കുള്ളത്. അതേസമയം വിക്രമും പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ. വിക്രം പുറത്തിറങ്ങിയ കാര്യം വേദ അറിഞ്ഞിട്ടില്ല. എങ്കിലും വേദ അങ്ങോട്ടേക്ക് തന്നെ ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. ആരും തന്നെ ഇതുവരേക്കും അറിഞ്ഞിട്ടില്ല വേദ കളക്ടറായി എന്ന വിവരം. അതേസമയം കുഞ്ഞുമായിട്ട് വേദ നാട്ടിലേക്ക് എത്തുവാണ്. നാട്ടിലെത്തുന്ന വേദയെ എല്ലാവരും തെറ്റിദ്ധരിക്കുവാണ്. വേദ വേറൊരു വിവാഹം കഴിച്ചു, അതിൽ വേദയ്ക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെ ഒരു സംശയം എല്ലാവരിലും ഉണ്ടാകുവാണ്. അതേസമയം ശ്രീകാന്തിനാണെങ്കിൽ അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുവാണ് ഇത് വിക്രമിന്റെ കുഞ്ഞാണെന്നുള്ള സത്യം. അതേസമയം തന്നെ തരുണിനാണെങ്കിൽ വേദയോട് ചെറിയ രീതിയിലൊക്കെ ഇഷ്ടം തോന്നുവാണ്. വേദയെ വിവാഹം കഴിച്ചാലോ എന്ന രീതിയാണ് തരുണിന്. അങ്ങനെ തരുണിന്റെ മനസ്സിൽ കുറെ ചിന്തകൾ കടന്നുകൂടുവാണ്. അതേസമയം വേദയാണെങ്കിൽ ഏത് നേരവും വിക്രമിന്റെ പല ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്ന ആ സമയത്ത് വേദയുടെ ആ കുഞ്ഞുമായിട്ട് വിക്രം പരിചയപ്പെടുകയാണ്. വേദയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല വിക്രം പരിചയപ്പെടുന്നത്. വിക്രമിന്റെയും വേദയുടെയും കുഞ്ഞാണെന്ന് അറിയാതെ തന്നെ വിക്രം ആ കുഞ്ഞിനെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ഭയങ്കര നല്ല അടുപ്പത്തിലേക്ക് ആ കുഞ്ഞും വിക്രമും എത്തുകയാണ്. പക്ഷെ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന തരുണിന്റെ കുഞ്ഞാണെന്ന്. പക്ഷെ പറയാതെ തന്നെ വിക്രമിന് മനസ്സിലാവുകയാണ് അത് തന്റെ വേദയുടെയും തന്റെയും കുഞ്ഞാണെന്ന്. അങ്ങനെ തരുണിന്റെ അമ്മയോട് വിക്രമിനെ പറ്റിയുള്ള എല്ലാ കാര്യം വേദ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തരുണിന്റെ അമ്മയ്ക്ക് വിക്രമിനെ മനസ്സിലാകുകയാണ്. അങ്ങനെ തരുണിന്റെ അമ്മ തരുൺ അറിയാതെ തന്നെ വിക്രമിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞിന് പല രീതിയിൽ വാശി ഉണ്ടാകുന്നു. വിക്രമിനെ കാണാനുള്ള ആഗ്രഹം ഏറി വരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തരുണിന്റെ അമ്മ വിക്രമിനെ കൊണ്ട് കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വേദയെ തകർക്കാൻ വേണ്ടി ശ്രീകാന്ത് പല വഴികളും തേടുന്നുണ്ട്. ഇതിനുവേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ശ്രീകാന്ത് ചെയ്തു കൂട്ടുന്നുമുണ്ട്. സമയം തരുണിന് പോലീസായിട്ടും വേദയ്ക്ക് സബ് കളക്ടറുമായിട്ടാണ് അവിടെ ജോലി. അങ്ങനെ വിക്രം ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടിയെ കാണാൻ വേണ്ടി വരുന്നുമുണ്ട്. അതേസമയം വിക്രം ചോദിക്കുന്നുണ്ടെങ്കിലും വേദ അത് പറയുന്നില്ല എന്റെ കുഞ്ഞാണെന്നുള്ള സത്യം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്ന് വേദയ്ക്ക് നല്ല രീതിയിൽ അറിയാം. അങ്ങനെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടികാര വേദ ആ സത്യം ആരോടും പറയുന്നില്ല. മാത്രവുമല്ല തരുൺ ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് തന്റെ കുഞ്ഞാണ് എന്നുള്ള സത്യത്തിലാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വിക്രമിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുണിന് അത് ഏതു രീതിയിൽ ബാധിക്കുമെന്ന് വേദയ്ക്ക് ആ ഒരു പേടിയുണ്ട്. കാരണം ഇത്രയധികം വേദയെ സഹായം ചെയ്തു കൊടുത്ത ആളാണ് തരുൺ. വേദയെ ഇത്രയും നല്ല രീതിയിൽ താൻ സഹായിച്ച ഒരു വ്യക്തി തന്നെയാണ് തരുൺ. അപ്പോ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കളയുവാനും വേദയ്ക്ക് കഴിയുന്നില്ല. സത്യം പറഞ്ഞ വേദ ശരിക്കും പെട്ട നിലയിൽ തന്നെയാണ്. വിക്രമിനോട് സത്യങ്ങൾ തുറന്നു പറയാനും തരുണിന്റെ കുഞ്ഞല്ല എന്ന് തരുണിനോട് പറയുവാനും കഴിയാത്തൊരു അവസ്ഥയാണ് വേദയ്ക്കുള്ളത്. ഇത് കാരണത്താൽ വേദ നീറിപ്പുകയുകയാണ്. ഈ സമയം ദർശനും ശ്രീകാന്തും ചേർന്നിട്ട് വിക്രമിനെ അപകടപ്പെടുത്തുവാൻ പല ശ്രമങ്ങൾ നടത്തുകയാണ്. വിക്രമാണെങ്കിൽ റോഡിലൊക്കെ ഇട്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിനെയും ദർശനെയും അടിക്കുന്നുണ്ട്. വേദയെ അപകടപ്പെടുത്താൻ നോക്കുന്ന ആ സമയത്ത് വേദ തുറന്നു പറയുകയാണ് ഇത് നമ്മുടെ കുഞ്ഞാണെന്നുള്ള സത്യം വിക്രമിനോട്. കുഞ്ഞിനോട് പറയുവാണ് ഞാനില്ലാതായാലും നിനക്കാരുമില്ലാതാകുന്നില്ല, നിനക്ക് നിന്റെ അച്ഛനുണ്ട് കൂടെ, നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനെ കാണിച്ചു കൊടുക്കുവാണ് മോൾക്ക്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തും
വിക്രമും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും വേദയും ശ്രീകാന്തും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെയാണ്. അതേസമയം ശ്രീകാന്തിന് നല്ല രീതിയിൽ പേടിയാകുവാണ്. കാരണം വേദയുടെ കുഞ്ഞു വന്നു കഴിഞ്ഞവൾക്കിനി സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ആ രീതിയിലാണ് ശ്രീകാന്തിന്റെ ടെൻഷൻ. അതേസമയം തന്നെ ശങ്കരനാരായണൻ വേദയ്ക്കും വിക്രമിനും സപ്പോർട്ടായാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു വേദയുടെയും വിക്രമിന്റെയും കുഞ്ഞിന് തന്നെയാണ് ആ സ്വത്തിനുള്ള അവകാശമെന്ന് ശങ്കരനാരായണൻ പറയുകയാണ്. രീതിയിലാണ് ശങ്കരനാരായണൻ തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. ആ കാര്യം വേദയോടും വിക്രമിനോടും തന്നെ പറയുകയാണ് ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ നേരിട്ട് തന്നെ ശ്രീകാന്തിനോട് പറയുകയാണ്, നീ ആ സ്വത്തുക്കളെല്ലാം അവർക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന്. മാത്രവുമല്ല, എനിക്കിനി ഇങ്ങനെ ഒരു മകനില്ല എന്നുകൂടെ ശങ്കരനാരായണൻ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് എന്റെ മകൻ. വിക്രമിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടാണ് ശങ്കരനാരായണൻ ഈ കാര്യം ശ്രീകാന്തിനോട് പറയുന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഇനി എന്റെ ജീവിതകാലം മുഴുവനും, അല്ലാതെ നീയല്ല എന്ന കാര്യം ശങ്കരനാരായണൻ മുഖത്ത് നോക്കി തന്നെ പറയുവാണ് ശ്രീകാന്തിനോട്. പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് തന്നെ അതൊക്കെ ഒരു തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുകയാണ്. വിക്രമിനോട് അത്ര തന്നെ ദേഷ്യമായിരുന്ന ഒരു വ്യക്തി ഇപ്പോ അവനെ സ്വീകരിക്കുകയും അവനെ മകനായി തന്നെ കാണുകയും ചെയ്തപ്പോ ശ്രീകാന്തിന് അതൊട്ടും തന്നെ സഹിക്കുന്നില്ല. സ്വത്തുക്കളെല്ലാം അവരിലേക്ക് പോകുമ്പോഴുള്ള ശ്രീകാന്തിന്റെ മനസ്സിൽ വളരെ ക്രൂരമായ കാര്യകൃത്യങ്ങൾ ചെയ്യാനാണ് ശ്രീകാന്ത് നോക്കുന്നത്. വളരെ ക്രൂരമായ മൈൻഡോടുകൂടി തന്നെ ശ്രീകാന്ത് മുന്നോട്ട് പോവുകയാണ്. ഏതുവിധേനെ വിക്രമിനെയും വേദയെയും തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ശ്രീകാന്തിന്റെ മനസ്സിൽ ഉള്ളൂ. ഇവരെ രണ്ടുപേരെയും കൊന്നുകഴിഞ്ഞാൽ എനിക്ക് ആ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലേക്ക് ആക്കാമെന്ന് ശ്രീകാന്ത് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അതേസമയം ക്രൂരതകൾ ഓരോന്നായി ചെയ്യാൻ ഒരുങ്ങുകയാണ് ശ്രീകാന്ത്. വേദിയും കുഞ്ഞും നാട്ടിലേക്ക് വന്നതിന് ശേഷം ശ്രീകാന്തിന്റെ നില മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. വേദിയെയും കുഞ്ഞിനെയും വിക്രത്തെ പല അപകടങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുന്നുണ്ട് ശ്രീകാന്ത്. അങ്ങനത്തെ ഓരോ എപ്പിസോഡുകളായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ പൂർണ്ണമായിട്ടും ദേവരാജ് വേദയെ തകർക്കാൻ വേണ്ടി ഓരോ പണി കൊടുക്കുവാണ് വേദയ്ക്ക്. മാത്രമല്ല, ട്രാൻസ്ഫറായി വരുന്ന വേദ അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. നാട്ടിലേക്ക് ഇത്ര വേഗം പോകേണ്ടി വരുമെന്ന് വേദയ്ക്ക് അതൊട്ടും തന്നെ മനസ്സിലായിരുന്നില്ല. ഇതിനിടയിൽ ശങ്കരനാരായണൻ വിളിച്ചു പറയുവാണ് പുറത്തിറങ്ങിയ വിവരം. അതേസമയം വേദയും വിക്രവുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. എപ്പിസോഡില് ആ കുട്ടിയാണ് വേദയെ ആദ്യമായിട്ട് വിക്രത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുവരെ വേദയെ വിക്രം കാണുന്നത് വെച്ചാണ് വിക്രം വേദയെ കാണുന്നത്. വേദയുടെ മകളാണ് ഈ കുട്ടി എന്ന സത്യം വിക്രം അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതേസമയം വിക്രമിന് മനസ്സിലാവുകയും ചെയ്യുവാണ് വേദയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഇത് തന്റെയും കൂടെ കുട്ടിയാണെന്നുള്ള കാര്യം നമ്മുടെ വിക്രമിന് മനസ്സിലാകുവാണ്. പക്ഷെ ആ കാര്യം വേദ അംഗീകരിച്ച് പറയുകയും ചെയ്യുന്നില്ല. കുഞ്ഞിന്റെ ജീവൻ പോകുമെന്ന് പേടിച്ചിട്ടാണ് വിക്രമിനോട് ആ വിവരം വേദ പറയാത്തത്. ഒക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഉള്ളത്. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.